ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിൾ, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 616 ആണ്. ഒരു കോഡുണ്ട്, അതിൻ്റെ ലെങ്ത് 10 ആണ്. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു ദ കോഡ്. SSC 2023 ചോദിച്ചാണ്. ഒരേ സമയം ഇത് മെൻസുറേഷനും അതേപോലെ തന്നെ ജിയോമെട്രി രണ്ടിൻ്റെയും കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr². പൈൻ്റെ വാല്യൂ 22/7. πr². അതിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 616 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ ആദ്യമേ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി 2 വെച്ച് കട്ട് ചെയ്യാം. സോ ഇത് 308 എന്ന് പറഞ്ഞു വരും. ഇവിടെ 11. ദെൻ 11 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 28. സോ r² വാല്യൂ 28 × 7. 28 × 7 എന്ന് പറയുമ്പോൾ 4 × 7 × 7. സോ ആറിൻ്റെ വാല്യൂ, റേഡിയസിൻ്റെ വാല്യൂ 2 × 7 14 എന്ന് പറഞ്ഞു വരും. 2 × 7 14 എന്ന് പറഞ്ഞു വരും. ഇതാണ് റേഡിയസിൻ്റെ വാല്യൂ ആയിട്ട് വരാൻ പോകുന്നത്. ഇനി ഒരു കോഡുണ്ട്. ആ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. കോഡിൻ്റെ ലെങ്ത് 10 ആണ്. ഓക്കെ, ആ കോഡ് സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കോഡ്. ദെൻ ഇത് റേഡിയസ് ആയിരിക്കും, സെൻറ്റർ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ 14 ആയിരിക്കും. ദെൻ നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ അതിനെ ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്യും. കോഡിനെ ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്യും. സോ ഇത് 5 വരും, ഇതും 5 വരും. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് 14ൻ്റെ സ്ക്വയർ മൈനസ് 5ൻ്റെ സ്ക്വയർ, അതായത് 196 മൈനസ് 25. 196 മൈനസ് 25 എന്ന് പറയുമ്പോൾ 171 എന്ന് പറഞ്ഞു വരും. √171 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോഡുണ്ട്. കോഡിലോട്ട് നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ അതിനെ ബൈസെക്ട് ചെയ്യും. ഓക്കെ, ദെൻ നമുക്കവിടെ റേഡിയസ് ഉണ്ട്. റേഡിയസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ റേഡിയസും വരച്ചു. അവിടെ നിന്ന് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ 171 നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 171 ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ 7 1 8 1 9. ഓക്കെ, അതിൻ്റെ ഡിജിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 9ൻ്റെ മൾട്ടിപ്പിളാണ്. സോ ഇതിനെ നമുക്ക് 19 × 9 എന്ന് എഴുതാം. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 3√19 എന്ന് പറഞ്ഞു വരും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്.